Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning. Good morning, ma'am. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Okay. Good morning, all of you. നമ്മൾ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് വരെ എടുത്തായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? അതെ മാം. ഓക്കെ, ഞാൻ അടുത്തത് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. റീഡ് ചെയ്തിട്ട് എന്താണ് മനസ്സിലാവുന്നതെന്നൊന്ന് പറയട്ടോ, ഒന്ന് ഷെയർ ചെയ്യണേ. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. യൂണിറ്റ് 4 ആണ്. പാർട്ട് 4, യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ.
ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പോ ഹെഡിങ് തന്നെ പറഞ്ഞേക്കുന്നത് വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അതായത് ഏതൊരു ക്ലാസ് റൂമിലായാലും താഴെ പറയുന്ന രീതിയിൽ പല രീതിയിലാണ് എന്ത് ചെയ്യുക, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഓക്കെ, പല രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ആ വെറൈറ്റീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ റനീഷയ്ക്ക് എന്താ മനസ്സിലായത്? റനീഷ സലിമേ, എന്താ മനസ്സിലായത് വായിച്ചപ്പോ? റനീഷ യെസ് മാം. വായിച്ചോ മോളെ? ടീച്ചർ ഓരോ ലെസണെ പറ്റിയിട്ട് അതിന്റെ ഇൻട്രൊഡ്യൂസ്, ഓരോ ലെസൺ എന്താണോ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആദ്യം കൊടുക്കുക, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ അതിനെപ്പറ്റി പിന്നെ കൂടുതലായിട്ട് കൊടുക്കുക, അതിന്റെ ലെക്ചേഴ്സ്, അതിന്റെ ആ ഒരു ലെസന്റെ കാര്യങ്ങള് പറ്റി സംസാരിക്കാം. അപ്പൊ അങ്ങനെ ടീച്ചേഴ്സ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഓരോ ലെസനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും കാര്യങ്ങൾ ലെസണിൽ ഇപ്പോ ഒരു ലെസന് അതിൽ ഉൾക്കൊള്ളിക്കാതെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ കൂടെ ഫോർ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം, അങ്ങനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അത്രയാണ് മനസ്സിലായത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും കൂടുതലായിട്ട്? ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ എക്സ്ട്രാ പോയിന്റ് ആർക്കെങ്കിലും പറയാനുണ്ടാവോ? ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ലെസൺ എന്താണോ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. അതായത് അതിൽ സ്റ്റുഡൻസിന് ഒന്നും പറയാനില്ല, അവര് ജസ്റ്റ് ഒരു ലിസണർ മാത്രമായിരിക്കും. അവര് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ടീച്ചർ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും പറയുന്നത്. ആ ലെസണിൽ പഠിപ്പിക്കുന്ന വിഷയം ഏതാണോ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നതും പറയുന്നതും. വേറെ ഡിസ്കഷൻസ് ഒന്നും ഉണ്ടാവില്ല, വേറൊരു കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാവില്ല. ടീച്ചർ മാത്രമായിരിക്കും സംസാരിക്കുക. ആ ലെസനെ കുറിച്ച് ടീച്ചർ മാത്രമായിരിക്കും സംസാരിക്കുക. കുട്ടികൾ അത് ശ്രദ്ധയോടെ കേൾക്കുന്നവർ മാത്രമായിരിക്കും. അവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ക്ലാസ്സിൽ വരുന്നു, ടീച്ചർ ഒരു ലെസൺ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം തന്നെ ആ ലെസനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. അങ്ങനെയല്ലേ ഉണ്ടാവുക? ആദ്യം തന്നെ ആ ഒരു ലെസനെ കുറിച്ച് ഒരു ഷോർട്ട് ആയിട്ട് എന്ത് കൊടുക്കും? ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. അതായത് കുട്ടികൾക്ക് ആ ലെസൺ പരിചയപ്പെടുത്തുന്നു. ദെൻ അതുപോലെ തന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ദെൻ അതിന്റെ തീം, അതായത് ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, തീം മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചർ അവിടെ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ തീരുമ്പോൾ ആ ലെസൺ എന്ത് ചെയ്യുന്നു? സമ്മപ്പ് ചെയ്യുന്നു. ഈ 4 ഘട്ടമാണ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഈസ് ടീച്ചർ എന്ത് ചെയ്യുന്നു? ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. തേർഡ്, അതിന്റെ തീം എന്ത് ചെയ്യുന്നുണ്ട്? ടോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തീമിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് ലാസ്റ്റ് കൺക്ലൂഷൻ അല്ലെങ്കിൽ അത് സമ്മപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഫോഴ്സ്ഫുൾ ആണ്, നിർബന്ധിതയാണ്. അതായത് ഇതിന് നിർബന്ധിതയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആ ക്ലാസ്സിൽ വന്ന് ഈ കാര്യങ്ങൾ പറയാൻ, അതായത് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ മൊത്തം പറയാനായിട്ട് എന്തായാലും പറഞ്ഞേ തീരൂ എന്ന രീതിയാണ് ഇവിടെ മുൻഗണന കൊടുക്കുന്നത്. അതായത് ടീച്ചർ വരുന്നു, ആ ടീച്ചർ എന്ത് ചെയ്യണം? ആ ലെസനെ കുറിച്ച് അവര് തന്നെ ആ കാര്യങ്ങൾ പറയണം എന്നൊരു നിർബന്ധം ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഫോഴ്സ്ഫുൾ ആണെന്ന് പറയുന്നത്, നിർബന്ധിതയാണ്. ദെൻ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചർ മാത്രമാണ് എന്ത് ചെയ്യുക? പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികൾ ജസ്റ്റ് ലിസണർ ആണ്, വെറുതെ അത് കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്തിട്ട്. ടീച്ചർക്കാണ് അവിടെ സംസാരിക്കാനായിട്ട് അധികാരം ഉള്ളത്. ഓക്കെ, ഇപ്പൊ ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ അവിടെ എന്ത് നടക്കുന്നില്ല? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ among the teachers and students. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ.
ടീച്ചർ മാത്രമാണ് സംസാരിക്കുന്നത്, ടീച്ചർ ഫോഴ്സ്ഫുൾ ആണ്. There is no communication between the teachers and the students. Okay, clear ആണോ? മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തത് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. എന്താണ് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ? ഒരാളൊന്ന് പറഞ്ഞേ, ഞാൻ പേര് വിളിക്കുന്നില്ല, ആർക്ക് വേണേ പറയാം. ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുകയും സ്റ്റുഡൻസ് അതിന് ആൻസർ നൽകുകയും ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പിന്നെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനെ കൊണ്ട് ടീച്ചറിനോട് ചോദിക്കുന്നു. അതാ മനസ്സിലായത്. വേറെ ആർക്കും എന്തെങ്കിലും മനസ്സിലായോ? ഇതിൽ കൂടുതൽ എന്തെങ്കിലും മനസ്സിലായോ അത് വായിച്ചപ്പോൾ? ടീച്ചറും കുട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടികൾ ആൻസർ പറയുന്നു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 2-way കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതാണ് എനിക്ക് മനസ്സിലായത്. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? പറയാട്ടോ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യം പറയാതെ. ഇല്ല, ഒന്നും മനസ്സിലായില്ല. ഓക്കെ, ഇവിടെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് കുട്ടികളോട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ടീച്ചർ. കുട്ടികൾ അതിനുള്ള ആൻസേഴ്സ് പറയുന്നു. ഓക്കെ, ടീച്ചർ ക്ലാസ്സിൽ വരുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കുട്ടികൾ അതിനുള്ള ആൻസർ ആണ് ഈ ഒരു ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസർ പറയുന്നു. ദെൻ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് കുട്ടികൾക്ക് ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരവരുടെ ആൻസർ റേസ് ചെയ്യുന്നു. അതിനനുസരിച്ച് ടീച്ചർ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കില്ലേ, മാം ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അത് അറിയാവുന്നതാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരും. ദാറ്റ് ഈസ് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ തമ്മിലുള്ള പഠന രീതി എന്ന് പറഞ്ഞാൽ അത് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഡിസ്കഷനിലൂടെയല്ലേ പോകുന്നത്. നമ്മൾ ഓരോ കാര്യം ഞാൻ ഇവിടെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ വായിക്കുമ്പോഴും നിങ്ങളോട് ചോദിച്ചല്ലേ ഞാൻ പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ആൻസർ പറയുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ടീച്ചർ എന്ന് പറയുന്നത് നോട്ട് ഓൾവേസ് ഡോമിനന്റ്. ടീച്ചർ ഒരു ഡോമിനന്റ് അല്ല, ടീച്ചർക്ക് അധികാരം ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് പൂർണ്ണമായി നമ്മൾ നേരത്തെ നോക്കിയാലും ടീച്ചർക്ക് പൂർണ്ണമായിട്ട് അധികാരമുണ്ട്. പക്ഷെ ഇവിടെ ഇതല്ല, ഡോമിനന്റ് അല്ല, ടീച്ചർ ആധിപത്യം വഹിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇതൊരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ സ്റ്റുഡന്റിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് കൂടുതലായി കാണാം. മീൻസ് സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഇതിൽ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സമയം എന്ത് ചെയ്യുക, എന്നോട് വർത്താനം പറയാം അല്ലെ. നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ധാരാളം കാര്യങ്ങൾ എനിക്കറിയാത്ത നിങ്ങൾക്ക് പറയാനുണ്ടാകും. അപ്പൊ ഇവിടെ ആരുടെ ഇൻവോൾവ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? സ്റ്റുഡൻസ് അഥവാ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ഡിസ്കസ് ബേസ്ഡ്. ക്ലിയർ ആണോ? അടുത്ത പറഞ്ഞോട്ടെ. ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. ഒരാൾ പറയാ ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയാം. ടീച്ചർ, ഗ്രൂപ്പ് വൈസ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പായിട്ടിരിക്കും, അല്ലെങ്കിൽ ലാബിൽ അങ്ങനെ ഒരു ഗ്രൂപ്പായി തിരിക്കേണ്ടി വരും. അപ്പോ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ് ലീഡറും ടീച്ചറും തമ്മിലായിരിക്കും. രണ്ട് പേർ തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അത്രയും മനസ്സിലായത്. അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. അതായത് സ്റ്റുഡൻസിന് സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ടീച്ചർ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചെയ്യാനായിട്ട് പറയാണ്, ഒരു എസ്സേ എഴുതാനായിട്ട് പറയാണ്, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ എന്തെങ്കിലും ഒരു സെമിനാർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവിടെ കൊടുക്കുകയാണ് ടീച്ചർ കുട്ടികൾക്ക്. അപ്പൊ ടീച്ചർ എന്താ ചെയ്യുക? ആദ്യം തന്നെ കുട്ടികൾ ഗ്രൂപ്പായിട്ട് തിരിക്കും.
എ ഗ്രൂപ്പ് എന്നോ ബി ഗ്രൂപ്പ് എന്നോ സി ഗ്രൂപ്പ് എന്നോ ഡി ഗ്രൂപ്പ് എന്നോ എന്ത് ചെയ്യും, ചിലപ്പോൾ 4-5 ഗ്രൂപ്പുകളായിട്ട് കുട്ടികളെ തിരിക്കും. അതായത് ബോയ്സിന് വേറെ ഉണ്ടാവും, ഗേൾസിന് വേറെ ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താ പറയാ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആയിട്ട് കുട്ടികളെ തിരിക്കുന്നു. നമ്മൾ കാണാം സയൻസ് ലബോറട്ടറി അല്ലെങ്കിൽ സയൻസ് ലെസണൊക്കെയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ സ്മോൾ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഗ്രൂപ്പ് ലീഡറും ടീച്ചറും തമ്മിലാണ്. ഓക്കെ, ഗ്രൂപ്പ് ലീഡറും ടീച്ചറും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. അതായത് ആ ഗ്രൂപ്പിന് ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടിയെ എന്താക്കി എടുക്കും, ഗ്രൂപ്പ് ലീഡർ ആയിട്ട് എടുത്തിട്ടുണ്ടാകും. ഓരോ ഗ്രൂപ്പിനും ഓരോ ഗ്രൂപ്പ് ലീഡർ ഉണ്ടാകും. അപ്പൊ ടീച്ചർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഗ്രൂപ്പ് ലീഡർക്ക് ആയിരിക്കും എന്ത് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഗ്രൂപ്പ് ലീഡർ എന്ത് ചെയ്യും, അതനുസരിച്ച് ആ ഗ്രൂപ്പിന് എന്ത് ചെയ്യും, സെക്കൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പറഞ്ഞത് സ്മോൾ ഗ്രൂപ്പുകളായി തിരിക്കും. അതിനൊരു ലീഡർ ഉണ്ടാവും. ആ ലീഡർ ടീച്ചറും തമ്മിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ടീച്ചർക്ക് കുട്ടികളോട് ഗ്രൂപ്പിലെ എല്ലാ കുട്ടികളോടും പറയാനുള്ളത് ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുള്ള ഗ്രൂപ്പ് ലീഡറോടായിരിക്കും പറയുക. ഗ്രൂപ്പ് ലീഡർ എന്ത് ചെയ്യും, ഈ കാര്യങ്ങള് ഗ്രൂപ്പിലെ മറ്റു കുട്ടികളോട് പറയും. അങ്ങനെയാണ് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അടുത്തത് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് നോക്കാം നമുക്ക്. നിങ്ങളെയൊക്കെ ഗ്രൂപ്പുകളായിട്ടൊക്കെ തിരിച്ചിട്ടില്ലേ സ്കൂളില്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ? ലീഡർ ആയിട്ടുണ്ടോ? ഗ്രൂപ്പ് ലീഡർ ആയിട്ടുണ്ടോ? ഓക്കെ, നിങ്ങളല്ലേ ടീച്ചറോട് എല്ലാ കാര്യങ്ങളും ചെന്ന് പറയുന്നത്? ഇപ്പൊ ഒരു എന്താ പറയാ ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യാൻ പറയാണ്. അത് നിങ്ങളായിരിക്കും ഗ്രൂപ്പിൽ റെപ്രസെന്റ് ചെയ്ത് നിങ്ങളായിരിക്കും ചിലപ്പോൾ ടീച്ചറുടെ മുമ്പിൽ ഇത് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ റീഡ് ചെയ്യുക. ഗ്രൂപ്പ് ലീഡർക്കാണ് അവിടെ പ്രാധാന്യമുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. വായിച്ചോളൂ കേട്ടോ. വായിച്ചിട്ട് എന്താണ് മനസ്സിലായതെന്ന് എന്നോട് പറയാം. എന്താണ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ? ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പങ്കെടുത്തിട്ടുണ്ട്. ആരാ പങ്കെടുത്തിട്ടുള്ളത്? സെമിനാർ അങ്ങനെയൊക്കെ വരുമ്പോ പങ്കെടുക്കുന്നതിന് ആ ഡിസ്കഷനെയാണ് പറയാ, കമ്മ്യൂണിക്കേഷനാണ് പറയാ ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അതില് ടീച്ചർമാര്, അധ്യാപകര്, പിന്നെ സെമിനാർ കണ്ടക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാര്, അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിലൊക്കെ ക്ലാസ് ഒക്കെ വരുമല്ലോ. ഇപ്പൊ ലഹരി വിരുദ്ധത്തിന്റെ അങ്ങനെയുള്ള ക്ലാസ്സുകൾ, അങ്ങനെയുള്ള ഓരോ, അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന അഭിപ്രായങ്ങൾ പറയലും, വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയലും, ഡൗട്ട് ക്ലിയർ ചെയ്യലും, അങ്ങനെയുള്ള സെമിനാറിൽ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത്. ശരിയാണ്. അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട് കേട്ടോ, ഗ്രാമർ മിസ്റ്റേക്കും ഉണ്ട്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ സെമിനാർ ഓർ ഡിസ്കഷൻ സെഷൻ എന്നാണ്. ഇവിടെ ഓറെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് അങ്ങനെയല്ല, മിസ്റ്റേക്ക് ഉണ്ട്. ഇത് നടക്കുന്നത് ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സെഷനിലാണ് നമുക്ക് ഈ ഒരു ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ കാണാനായിട്ട് സാധിക്കാം.
ഇവിടെ ഒരു പെക്കിംഗ് ഓർഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പെക്കിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയറാർക്കിയാണ്. അതായത് ടീച്ചർ മേലെ, സ്റ്റുഡൻസ് താഴെ എന്നിങ്ങനെയുള്ള ഒരു പെക്കിംഗ് ഓർഡർ അല്ലെങ്കിൽ ഹയറാർക്കി അവിടെ ഇല്ല. ഒരു സെമിനാർ ആണെങ്കിൽ അവിടെ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. സെമിനാറിൽ പ്രസന്റ് ചെയ്യാൻ ആരാണോ സെമിനാർ പ്രസന്റ് ചെയ്യുന്നത്, ഇപ്പൊ ഒരു പ്രത്യേക ടോപ്പിക് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഓരോ ആളുകൾക്കൊണ്ട് പ്രസന്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക്. അവരുടെ പ്രസന്റേഷൻ കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ആയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാം, വേണമെങ്കിൽ ആർഗ്യൂ നടത്താം, ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെയുള്ള അവരുടെ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇതൊന്നുമില്ല. ഓക്കെ, എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഓക്കെ, ഒരു ടീച്ചർ ഒരു പ്രത്യേക ടോപ്പിക്കുമായി വന്ന് സെമിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ടീച്ചർക്കെതിരെ നമുക്ക് ആ സെമിനാറിൽ ഉന്നയിച്ച കാര്യങ്ങൾ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടീച്ചറെ ക്വസ്റ്റ്യൻ ചെയ്യാം, ആർഗ്യൂ ചെയ്യാം, ഒപ്പീനിയൻ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ടീച്ചറാണെന്ന് നോക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. എല്ലാവരെയും ഒരുപോലെ തന്നെ കാണുന്നു. അവിടെ ആ സെമിനാർ സെഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഒരു പ്രത്യേക ടോപ്പിക്കിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ പെക്കിംഗ് ഓർഡർ എന്ന് പറയുന്നത് ഹയറാർക്കിയാണ് കേട്ടോ. ആരും വലുതെന്നോ ചെറുതെന്നോ ഇവിടെ നോക്കുന്നില്ല. ടീച്ചർ ആണെന്നോ സ്റ്റുഡൻസ് ആണെന്നോ ഉള്ള വ്യത്യാസം അവിടെ നോക്കുന്നേയില്ല. ദാറ്റ് ഈസ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ. ഒന്ന് ജസ്റ്റ് വായിക്കുക, എന്നിട്ടൊന്ന് മനസ്സിലായ കാര്യം ഒന്ന് ഷെയർ ചെയ്യാം. എന്നിട്ട് മനസ്സിലായത് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷനില് ഇത് ചെറിയ രീതിയിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു സമയമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അസൈൻമെന്റുകൾ ചെയ്യുന്ന, സ്വന്തമായിട്ട് അസൈൻമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ലബോറട്ടറിയിൽ സയൻസിൽ പരീക്ഷണങ്ങൾ നടത്തുക, സയൻസ് ലാബിലൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ അധികം സംസാരങ്ങൾ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കണില്ല, സ്വന്തമായിട്ട് ചെയ്യണം. അപ്പൊ അവിടെ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു മാത്രമേ അവിടെ നടക്കണുള്ളൂ. അല്ലാണ്ട് വേറൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും അവിടെ നടക്കണില്ല. ശരിയാണ് അഖില പറഞ്ഞത്. തന്നെയാണ്. അതായത് ഇപ്പൊ സയൻസ് ലബോറട്ടറിയിലൊക്കെ നമുക്ക് കാണാം അവരെ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ നടത്തുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ കാണാനായിട്ട് മിനിമം കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അവിടെ ചാൻസ് ഉള്ളത്. ടീച്ചർ വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, കുട്ടികൾ അത് റിസീവ് ചെയ്യുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ദാറ്റ് ഈസ് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ നമുക്കറിയാം ചില കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നടത്താറുണ്ട്. PSC നടത്തുന്ന എക്സാമിനൊക്കെ നമ്മൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ടീച്ചർ അവിടെ വരുന്നു, കുട്ടികൾ എക്സാം എഴുതാനായിട്ട് ഇരിക്കുന്നു, OMR കൊടുക്കുന്നു. ആ സമയത്ത് എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ദെൻ ബെല്ലടിക്കുന്നു, അവര് എക്സാം എഴുതുന്നു. അതിനിടയ്ക്ക് എന്തില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് കാണാനായിട്ട് സാധിക്കില്ല. ദെൻ എക്സാം ഫിനിഷ് ചെയ്ത് ബെല്ലടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, പിന്നീട് ടീച്ചറും ഇല്ല, ക്വസ്റ്റ് പേപ്പറുകളൊക്കെ അധികം കളക്ട് ചെയ്യാം. അതുവരെ ആ ഒരു മണിക്കൂറുകൾ എന്തില്ല, നമുക്ക് കമ്മ്യൂണിക്കേഷൻ കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ടീച്ചർ എന്ന് പറയുന്നത് അവിടെ ഇൻസ്ട്രക്ടർ മാത്രമാണ്. അത് മിനിമം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത രീതിയിലാണ് അവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുക. ഓക്കെ, ക്ലിയർ ആണോ? മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണോ? ഏത് കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, എല്ലാരും മനസ്സിലായി. അടുത്ത പേജ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്തതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യാം.
when a communication is from a person to a particular person, it is personal communication. For example, personal letters, telegrams, telephones, messages, etc. Group communication means certain communication which are not meant for a particular person. നീതു Same നീതു മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. മാം ചോദിച്ചോട്ടെ ആ മാം എന്റെ അസൈൻമെന്റിന് ഇതുവരെ മാർക്ക് വന്നിട്ടില്ല. ഏത് അസൈൻമെന്റാ മോളെ? മിസ് ലാസ്റ്റ് തന്നില്ലായിരുന്നോ മറ്റേ അറ്റൻഡൻസിന്റെ ആ, അത് അതിന്റെ ഏതിലായിട്ട് ക്ലാസ് റൂമിലാണോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയാണോ അയച്ചേ? ക്ലാസ് റൂമിലാണ്. അത് ഇതുവരെ മാർക്ക് വന്നിട്ടില്ല. ഇല്ല വന്നിട്ടില്ല. ഇല്ല. അക്ഷര MD ആണോ? അതെ. ആ ഞാൻ ചോദിക്കട്ടെ കേട്ടോ അവിടെ എന്താണെന്ന്. വാട്സപ്പിൽ ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അങ്ങനെ ഇതുവരെ മാർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ. ഞാൻ ഒരെണ്ണം മാത്രമേ അങ്ങനെ വാട്സപ്പിൽ ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ക്ലാസ് റൂമിൽ തന്നെയാണ് ഇടാറ്. ഒരെണ്ണം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ അത് മാത്രമാണ് വാട്സപ്പിൽ അയച്ചത്. അതിന്റെ ടൈം കഴിഞ്ഞിട്ടാണോ ഇട്ടത്? ടൈം കഴിഞ്ഞിട്ടാണോ? ഡേറ്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. ഞാൻ പക്ഷെ കഴിഞ്ഞ ആഴ്ചയാണ് ഇട്ടത്. അതുകൊണ്ടായിരിക്കും കേട്ടോ. എന്നാ ആ മാം പറയോ? ഞാൻ പറയാം. ഓക്കെ. വായിച്ചു കഴിഞ്ഞോ?
ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചില്ല. നമ്മൾ വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഏതാ? ലെക്ചർ ബേസ്ഡ് ആണോ, ഡിസ്കസ് ബേസ്ഡ് ആണോ, ഗ്രൂപ്പ് ബേസ്ഡ് ആണോ, ടാസ്ക് ബേസ്ഡ് ആണോ, അല്ലെങ്കിൽ മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ ആണോ? അതില് ഏതാ? ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഡിസ്കസ് ബേസ്ഡ് അല്ലേ? ഓക്കെ, നമ്മൾ ചെയ്യുന്ന അതേ ഒരു മെത്തേഡ്. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷനെ വേറൊരു രീതിയിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ 3 തരത്തിലുണ്ട് കേട്ടോ. ഇതിനകത്ത് ആദ്യം വരുന്നത് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ഗൗരിപ്രിയ പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ? രണ്ട് വ്യക്തികളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കേൾക്കുന്നില്ലേ? ലെറ്റർ വഴി, ടെലിഗ്രാം വഴിയാവാം, മെസ്സേജ് വഴിയാവാം. രണ്ട് വ്യക്തികളിലാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, 2 വ്യക്തികളാണ് ഉണ്ടാവുക അല്ലെ? ഇവിടെ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രം എ പേഴ്സൺ ടു എ പർട്ടിക്കുലർ പേഴ്സൺ, ഇറ്റ് ഈസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഈ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ലെറ്റേഴ്സിലൂടെയാവാം, ടെലിഗ്രാംസിലൂടെയാകാം, ടെലിഫോണിലൂടെയാവാം, മെസ്സേജസുകളിലൂടെയാകാം. ഇത്തരത്തില് ഒരാളിൽ നിന്ന് മറ്റൊരാൾ, ഇപ്പൊ ഞാനും ഗൗരിയും തമ്മിൽ സംസാരിക്കുന്നതിനെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുക. നമ്മളൊരു ഫോൺ വഴി സംസാരിക്കണം അല്ലെങ്കിൽ മെസ്സേജ് ത്രൂ സംസാരിക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയും? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ? ജീന, ജീനു, എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് വഴി അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാകും. 2 പേരല്ല, കുറേ മെമ്പേഴ്സ് ഉണ്ടാകും. അവർ തമ്മിൽ ഒരേ വിഷയത്തെ പറ്റി തന്നെ നമ്മൾ പലർക്കും ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട്, ഇപ്പോൾ നമുക്കൊക്കെ മോണ്ടിസോറിയുടെ ഗ്രൂപ്പ് ഉള്ളതുപോലെ ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പ്, അതുവഴി എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലാസ് റൂമിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുന്നത്. അതിന്റെ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടല്ലോ, രണ്ടാമത്തെ. അതിനകത്ത് എന്താ പറയുന്നത്? ടീച്ചേഴ്സ് മീറ്റിംഗ്സ് ആർ സെൻഡ് ടു എവറി ക്ലാസ് റൂം. ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പം ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ അപ്പം ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരും, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ വരും. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പേഴ്സണോടല്ല ഈ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. മറിച്ച് ഇൻഫോർമേഷൻസ് എൻറ്റയർ പബ്ലിക്കിലോട്ട് എന്ത് ചെയ്യാണ്? പാസ് ചെയ്യുന്നു. എൻറ്റയർ പബ്ലിക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ടീച്ചേഴ്സിന്റെ സർക്കുലേഴ്സ്, അതായത് ടീച്ചേഴ്സിന്റെ മീറ്റിങ്ങിനൊക്കെ സർക്കുലർ ഇറക്കും. അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും ടീച്ചർമാർ പഠിപ്പിക്കുമായിരിക്കും. അപ്പോ എന്ത് ചെയ്യും? ഓഫീസിൽ ഒരു പ്യൂൺ എന്ത് ചെയ്യും? അവർക്ക് കൊണ്ടുപോയി എന്താ പറയാ, ആ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻസോ പാസ് ചെയ്യും. ഇന്ന ദിവസം മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? പാസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ ടീച്ചർക്ക് മാത്രമാണ് മെസ്സേജ് പാസ് ചെയ്യുക, മറിച്ച് സ്റ്റുഡൻസിനോടല്ല മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന അതാണ്. ടീച്ചേഴ്സിന്റെ സർക്കുലർ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർമാർക്ക് മാത്രമായിട്ട് മെസ്സേജുകൾ വരാറുണ്ട്. അതിനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ടീച്ചേഴ്സിന് മാത്രം, ഇവിടെ സ്റ്റുഡൻസിന് അത് ബാധകമല്ല. ഇനി ചില കേസുകളിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ചില കുട്ടികൾ, ചില ക്ലാസ് റൂമിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് NSS ഉണ്ടാകും, NCC ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റു പല
ഗ്രൂപ്പുകളായിട്ട് ഇപ്പോ സയൻസ് ലാബിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അങ്ങനെ പല പല എന്താ പറയാ കഴിവുകളുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഓരോ ഗ്രൂപ്പ്സിലുള്ള കുട്ടികളുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് NCC, NSS, സയൻസ് ലാബ് ഇതിനകത്തൊക്കെ മെമ്പേഴ്സ് ആയിട്ടുള്ള ധാരാളം കുട്ടികൾ ക്ലാസ് റൂമിൽ ഉണ്ടാവും അല്ലെങ്കിൽ സ്കൂളുകളിൽ ഉണ്ടാവും അല്ലെ. അപ്പോ ഒരു അറിയിപ്പ് വരികയാണ്, സയൻസ് ലാബിലുള്ള കുട്ടികൾ ഇന്ന ദിവസം ഫ്രൈഡേ 10 മണിക്ക് ലാബില് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് ഒരു മെസ്സേജ് സർക്കുലർ പോലെ ഇറക്കുകയാണ്. ഇത് ഓഫീസിലെ പ്യൂൺ വന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ക്ലാസ് റൂമിലും ഇത് പ്രസന്റ് ചെയ്യും. അതായത് ഒരു അറിയിപ്പ് പോലെ അവിടെ പ്രസന്റ് ചെയ്യും, അവതരിപ്പിക്കും. ഇന്ന സയൻസ് ഈ ക്ലാസ്സിലെ സയൻസ് ലാബിലുള്ള കുട്ടികള് ഇന്ന ദിവസം ഇന്ന സമയം അവിടെ എത്തിച്ചേരേണ്ടതാണ്. അപ്പോ ആ ഒരു ക്ലാസ്സിലെ സയൻസ് ലാബിലുള്ള കുട്ടികൾ എത്രയാണ്, ചിലപ്പോൾ 6 പേരുണ്ടാവാം ആ ക്ലാസ് റൂമില് സയൻസ് ലാബിൽ അംഗങ്ങളായിട്ടുള്ളത്. ആ 6 പേർക്കുമായിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, മെസ്സേജ് പോവാണ്. ഒരാൾക്ക് മാത്രമല്ല പോകുന്നത്, ഒരു കുട്ടിക്ക് മാത്രമല്ല അല്ലെ. ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടോ ആ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് എന്ത് പോവാണ്, മെസ്സേജ് പോകുന്നു. ദാറ്റ് ഈസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ NSSലുള്ള കുട്ടികൾ ഇന്ന് വൈകുന്നേരം സ്കൂൾ വിടുന്നതിന് മുമ്പ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് എന്നൊരു അറിയിപ്പ് HM കൊടുക്കാൻ പറഞ്ഞാല് പ്യൂൺ എന്ത് ചെയ്യും, ആ ഒരു അറിയിപ്പായിട്ട് എല്ലാ ക്ലാസ് റൂമിൽ നടക്കും അല്ലെ. എല്ലാ ക്ലാസ് റൂമിലും NSSൽ ഉള്ള കുട്ടികൾ ചിലപ്പോൾ 1-2 പേരുണ്ടാവും. അപ്പോ ആ ഒരാൾക്ക് മെസ്സേജ് പോകുന്നതിന് പകരം അവരുടെ ചെന്നല്ല പറയുന്നത് അല്ലെ, ഇന്ന് വൈകുന്നേരം ഈ ഓഫീസിൽ വരേണ്ടതാണ്, NSSനുള്ളതല്ലേ ഓഫീസിൽ വരണം, അങ്ങനെയല്ല പറയുന്നത്. NSSൽ എത്ര പേരുണ്ടോ ഈ ക്ലാസ്സിൽ നിന്ന് ആ മെമ്പേഴ്സ് വൈകുന്നേരത്തിനുള്ളിൽ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ കൊടുക്കുന്ന മെസ്സേജിനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കേട്ടോ, മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഇപ്പൊ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് തന്നെ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് വരികയാണ്. MP4ലുള്ള കുട്ടികൾ എന്താണ്, MP4 ജൂൺ ബാച്ചിലുള്ള കുട്ടികൾ ഇന്ന ദിവസം ഇന്ന ടൈമില് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. അത് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു അറിയിപ്പ് തരികയാണ്. മറിച്ച് നിങ്ങളോട് എന്താ പറയാ, ഓരോരുത്തരോടായിട്ട് പറയുമ്പോൾ ഒരിക്കലും പറയും മോളെ ഇന്ന ദിവസം വരണം, അല്ലെങ്കിൽ നിത്യനോട് പറയും മോളെ ഇന്ന ദിവസം വരണം. ഇവിടെ അങ്ങനെ പറയില്ലല്ലോ. നിങ്ങൾക്ക് മൊത്തമായിട്ട് എന്ത് ചെയ്യാണ്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാണ് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട്. അതിനെയാണ് നമ്മളിപ്പോ പറയാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത് മാസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് മാസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ? ഒരാൾ പറഞ്ഞു ഒന്ന്. ശ്രുതി, ശ്രീജിത്തെ ഒന്ന് പറഞ്ഞേ, മാസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്താ? മനസ്സിലായ കാര്യം പറയട്ടോ. എന്താ മനസ്സിലായത്? റിനിഷ സലീം എന്താ മനസ്സിലായേ? മാസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അത് സിനിമ, റേഡിയോ, അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ഒക്കെയാണ് പബ്ലിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഓരോ മേഖലകളാണ് ഒക്കെ. എന്ന് വെച്ചാൽ ജനറലി ഓരോ അതുപോലെ ന്യൂസ് പേപ്പർ, റേഡിയോ, TV അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും പബ്ലിക് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്താം. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അത് ഇപ്പൊ ഒരു പരസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരസ്യം ചെയ്ത് നമ്മളത് TV-യിലോ അതുപോലെ റേഡിയോ മുഖേന കൊടുക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും അത് പാസ് ചെയ്യാണ്. പൊതുവെ എല്ലാവർക്കും പബ്ലിക്കിലേക്ക് അത് പാസ് ചെയ്ത് അങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സിനിമ പൊതുവെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ഒരു സിനിമ ഷൂട്ട് ചെയ്തു, അത് റിലീസ് ആവുമ്പോൾ
പുറമെ എല്ലാവരും നമ്മളെല്ലാവരും പോയി കാണുന്നു, എല്ലാവരും അതിന്റെ അഭിപ്രായം പറയുന്നു. അപ്പൊ അങ്ങനെ അതൊരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, അതിലുള്ള മെസ്സേജ് നമുക്ക് എല്ലാവർക്കും പാസ് ചെയ്യുന്നതിലൂടെ എന്താ പറയാ, പൊതുവെ എല്ലാവർക്കും അത് അറിയാം. അതുപോലെ റേഡിയോ ആയാലും മറ്റുള്ള എന്ത് പരസ്യങ്ങളായാലും ഒക്കെ എല്ലാം പബ്ലിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അതിലൂടെ നമുക്ക് എത്തുന്നത്. പിന്നെന്താ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ടീച്ചേഴ്സ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടോ? എന്താണ് അഭിപ്രായം നിങ്ങളുടെ? അവർ പബ്ലിക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ടോ? ടീച്ചേഴ്സ് പാരന്റ്സ് ആയിട്ട് മീറ്റിംഗ് വെച്ചുകൊണ്ട് പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ ഇപ്പൊ കുട്ടികളുടെ ആയാലും പൊതുവായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അതിനെയും ഇതിൽ ഉൾപ്പെടുത്താം, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ? എല്ലാ കുട്ടികൾക്കും കൂടെ അല്ലേ? എന്താണ്? ക്ലാസ് എടുക്കുന്നത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ? എല്ലാ കുട്ടികൾക്കും കൂടി അല്ലേ ക്ലാസ് എടുക്കുന്നത്? ഇല്ല, പൊതുജനങ്ങൾക്കായിട്ടാണ് നമ്മൾ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആനുവൽ ഡേ നടത്തുന്നതും സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്തണോ, സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും റാലി അങ്ങനെയുള്ള എന്തെങ്കിലും അതൊക്കെ ഇൻഫോം ചെയ്യണതല്ലേ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഇൻഫോം ചെയ്യാം, അത്ര മാത്രമേ പറ്റുള്ളൂ. അതിന് പുറത്തേക്ക് ടീച്ചേഴ്സിന് പറ്റുമോ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്? പറ്റാറുണ്ടോ? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തു സർവേ പോലെ. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം അവർക്ക് പറ്റും? ഒരു മീറ്റിംഗ് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം, പാരന്റ്സിനെ വിളിച്ചു കൂട്ടാം, ആനുവൽ ഡേ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താം, അതിനകത്തൊക്കെ അവർക്ക് സംസാരിക്കാം. പക്ഷെ ഒരു റേഡിയോ പോലെയോ അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് പോലെയോ അവർക്ക് പൊതുജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അങ്ങനെ പറ്റാറുണ്ടോ ടീച്ചേഴ്സിന്? പൊതുജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഒരു റേഡിയോ പോലെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ പോലെ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? പറയൂ, പറ്റാറുണ്ടോ ഇല്ലയോ? പൊതുജനങ്ങൾക്ക് ഉണ്ടാവാറില്ല മിസ്സേ, പാരന്റ്സിനും സ്റ്റുഡൻസിനും മാത്രമായിട്ടാണ് ഉണ്ടാവാറുള്ളൂ. പൊതുജനങ്ങൾക്ക് ഉണ്ടാവാറില്ല, മറിച്ച് പാരന്റ്സിനും ഒരു ആനുവൽ ഡേ നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു പാരന്റ്സിന്റെ ഒരു മീറ്റിംഗ് നടത്തുകയാണ്, അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടീച്ചേഴ്സിന് സംസാരിക്കാം. പക്ഷെ അതിന് പുറത്തേക്ക്, സ്കൂളിന് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിന് ലിമിറ്റ് ഉണ്ട് അവർക്ക് സംസാരിക്കുന്നതിന്, കേട്ടോ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, മാസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ വാൾ പോസ്റ്റേഴ്സിലൂടെയൊക്കെ നമ്മൾ എന്താണ് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ടീച്ചേഴ്സിന് അതിന് ലിമിറ്റ് ഉണ്ട്. വേണമെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാം, അതായത് ആളുകളെ വിളിച്ചു കൂട്ടാം, അതായത് എന്താ പറയാ, പാരന്റ്സിനെ, അതായത് സ്കൂളിലെ കുട്ടികളുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ, അവരോടൊക്കെ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതല്ലാതെ അതിന് പുറത്തേക്ക് എന്ത് പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ആ സ്കൂളിൻ്റെതായിട്ടുള്ള ഒരു എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സ്കൂളിലുള്ളത്, അവരുമായിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ നടത്താം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണമെങ്കിലും മാനേജ്മെന്റിന്റെ പെർമിഷൻ വേണം അവർക്ക്. നമുക്ക് പ്രത്യേകതയും കൂടി ഉണ്ട്. നമുക്ക് എന്തും നമ്മുടെ ഒരു ഇതായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. മാനേജ്മെന്റിന്റെ അതോറിറ്റി, ഹൈ അതോറിറ്റിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈവൺ ഒരു പാരന്റ്സ് മീറ്റിംഗ് പോലും കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പറഞ്ഞ കാര്യം ശരിയല്ലേ? ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. ശരിയാണോ അല്ലയോ? ശരിയാണ്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു പേജ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്കൂളിലെ തന്നെ പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് അവർ കൂടുതൽ വെക്കുക. എന്നിരുന്നാലും ഡിഫറെന്റ് ആയിട്ടുള്ള പീപ്പിൾസിനെ കൈകാര്യം ചെയ്യാനായിട്ട് ടീച്ചർക്ക് പറ്റും. ആ ഒരു പ്രത്യേകതയും കൂടി ടീച്ചർക്ക് ഉണ്ട്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളാണ് സ്കൂളിൽ വരിക, ആരും ഒപ്പമല്ല അല്ലെ, അല്ലെങ്കിൽ തുല്യരായിട്ട് ആരും ഇല്ല.
എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും ഉണ്ടാവും, കുറവുകളും ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കുട്ടികൾ ടീച്ചേഴ്സ് അവരോട് പെരുമാറുക. പിന്നെ അവരുടെ പാരന്റ്സ് ആയാലും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരിക. അപ്പൊ അവരോട് പെരുമാറുന്ന രീതിയും എന്താണ്, വ്യത്യസ്തമായിരിക്കുള്ളൂ. എല്ലാവരോടും ഒരേപോലെ ആയിരിക്കണം പെരുമാറേണ്ടത്. എന്നാൽ ചിലവര് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന പാരന്റ്സ് ഉണ്ടാവാം, ചിലർ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടാവാം. പലതരത്തിലുള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർമാര് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇത് റീഡ് ചെയ്യുക കേട്ടോ. നോക്കിയേ നിങ്ങള്, അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കുറെ ഒരു 3-4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ട്രയാങ്കിൾ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടീച്ചറിന്റെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ടീച്ചർ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളില് സെൻട്രലായിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ ഓരോ കോർണറിലും, ഒരു കോർണറിൽ മാനേജ്മെന്റ് ഉണ്ട്, ഒരു കോർണറിൽ ചിൽഡ്രൻ ഉണ്ട്, ഒരു കോർണറിൽ പാരന്റ് ഉണ്ട്. അപ്പൊ ഈ 3 കൂട്ടരുമായിട്ടും, മാനേജ്മെന്റ്, ചിൽഡ്രൻ ആൻഡ് പാരന്റ്, ഈ 3 കൂട്ടരുമായിട്ടും സെന്റർ ഓഫ് ദ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ടീച്ചർ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ഈ 3 ആളുകളുമായിട്ടും കോണ്ടാക്ട് ഉള്ളത് ആർക്കാണ്? ടീച്ചർക്കാണ്. ഓക്കെ, അതായത് ഈ 3 പേരും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ 4 പേരും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിന് സെന്റർ ആയിട്ട് നിൽക്കുന്നത് ടീച്ചർ ആണ്. ഓക്കെ, അതായത് ഈ ഒരു ഇതില് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് എല്ലാ പേഴ്സൺസും, ഈ കോർണറിൽ നിൽക്കുന്ന എല്ലാ പേഴ്സൺസിനും ഓരോരുത്തരെ കോണ്ടാക്ട് ചെയ്യും. എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുക? പാരന്റ്സിന് മാനേജ്മെന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം, അല്ലെ? ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? പാരന്റ്സ് മാനേജ്മെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറില്ല. സ്കൂളിൽ അതോറിറ്റി ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഡയറക്റ്റ് സംസാരിക്കാറുണ്ട്. അവരുടെ കാര്യങ്ങൾ, പ്രോബ്ലംസ്, അവരുടെ ഒപ്പീനിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിനെ അറിയിക്കാറുണ്ട്. ഇനി മാനേജ്മെന്റ് ചിൽഡ്രൻസുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അല്ലെ?
പ്രതി മാനേജ്മെന്റ് എന്ത് ചെയ്യാം, അവരുടെ കാര്യങ്ങള് കുട്ടികളോട് പറയാം. ഇന്ന റൂൾസ് ആണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയർ ആണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചിൽഡ്രനോട് പറയാം. അതുപോലെ തന്നെ എന്താ പറയാ, ടീച്ചർ ഇക്കാര്യങ്ങള്, അതായത് ടീച്ചർ മാനേജ്മെന്റിനോടും ചിൽഡ്രനോടും അതുപോലെ പാരന്റ്സിനോടൊക്കെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് വെക്കുന്ന ആളാണ് അല്ലെ. എപ്പോഴും ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് റൂമിൽ പോകുന്നുണ്ട്. അപ്പൊ ചിൽഡ്രൻസുമായിട്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കോൺടാക്ട് വെക്കാം. ഇനി നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളുടെ കാര്യങ്ങൾ ആരെയാണ് വിളിച്ചറിയിക്കുക, എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അവരുടെ പാരന്റ്സിനെ വിളിച്ചറിയിക്കും. അപ്പൊ നമുക്ക് ആരുമായിട്ടാണ് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ളത്, പാരന്റ്സുമായിട്ടാണ് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ളത്. ഇനി സ്കൂളിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരെയാണ് കോൺടാക്ട് ചെയ്യുക, മാനേജ്മെന്റിനെയാണ് കോൺടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാ കോർണറിലും വെച്ച് നോക്കുവാണെങ്കിൽ ടീച്ചർക്ക് എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ട്. അതുപോലെ തന്നെ പാരന്റ്സിന് മാനേജ്മെന്റുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട്, മാനേജ്മെന്റിന് ചിൽഡ്രനുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട്. അപ്പോ ടീച്ചർ അറിഞ്ഞിരിക്കണം, നമ്മളിപ്പോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവര് തമ്മിൽ കോൺടാക്ട് ഉണ്ട് പരസ്പരം. അപ്പോ ഇപ്പോ ചില ടീച്ചർമാർ എന്ത് പറയും, മാനേജ്മെന്റിനെ കുറിച്ച് കുറ്റം പറയും കുട്ടികളോട്. മാനേജ്മെന്റ് ഇങ്ങനെയാണ്, മാനേജ്മെന്റ് റൂൾസ് ഇങ്ങനെയാണ്, ഒട്ടും ശരിയല്ല, അത് കുറച്ചുകൂടെ നന്നായിട്ട് പ്രവർത്തിക്കാനുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ കുറ്റം പറയാറുണ്ട്. അപ്പൊ ഈ ചിൽഡ്രൻസ് എന്ത് ചെയ്യുന്നത്, നേരിട്ട് പോയി പാരന്റ്സിനോട് പറയും. ടീച്ചർ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടോ എന്ന് എന്ത് പറയും, പാരന്റ്സിനോട് പറയും. പാരന്റ്സ് എന്ത് ചെയ്യും, ഇത് മാനേജ്മെന്റിനെ അറിയിക്കും. അപ്പോ ഒട്ടും എന്താ പറയാ, നമ്മൾ ബാഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മളെ കുറിച്ച് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. കാരണം മാനേജ്മെന്റിന് ഇത് അറിയാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളാണ്, അവിടുത്തെ മാനേജ്മെന്റിനെ കുറിച്ച് നിങ്ങൾ അവിടുത്തെ കുട്ടികളോട് കുറ്റം പറയാണെന്ന് വിചാരിക്കാം. അവരെന്ത് ചെയ്യും, നേരിട്ട് അവരുടെ പാരന്റ്സിനോട് പറയും. പാരന്റ്സ് ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റുമായിട്ട് കോൺടാക്ട് ഉള്ളതുകൊണ്ട് അവർ ഇത് അറിയിക്കും. നിങ്ങളുടെ ഒരു ബാഡ് ഇംപ്രഷൻ നിങ്ങളെ കുറിച്ച് അവിടെ രൂപപ്പെടുകയാണ് ചെയ്യും. അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പറയാ, വിജിലന്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകള് നേരാമണ്ണമായിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കണം. ആരെ കുറിച്ച് കുറ്റം പറയാനോ പരദൂഷണം പറയാനോ ഒന്നും പാടുള്ളത്. അപ്പൊ അതാണ് ആ ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? വർക്ക് ചെയ്യുന്ന സ്കൂളില് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചിലപ്പോ നമ്മുടെ സ്ലാങ്, നമ്മുടെ റീജിയൻ, നമ്മുടെ പ്രദേശത്തുള്ള സ്ലാങ്ങും കാര്യങ്ങളും ഉപയോഗിച്ച് ചിലപ്പോൾ തമാശക്കൊക്കെ ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ കുറ്റം പറയുന്നത് ആരെങ്കിലും കുറിച്ച്. പക്ഷെ നമ്മൾ ഈ കാര്യത്തിൽ ബോധേഡ് ആയിരിക്കണം. ഈ 3 കൂട്ടരും തമ്മിൽ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി താഴേക്ക് നോക്കാം. ദ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ മാനേജ്മെന്റ് മേ ബി ലൈക്ക് മാസ്റ്റർ ആൻഡ് സെർവന്റ്, ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ്. അതായത് ഒരു ടീച്ചറും അവിടെയുള്ള മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 2 രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഒന്ന് യജമാനനും അടിമയും എന്ന പോലെ, അല്ലെങ്കിൽ യജമാനനും വീട്ടുജോലിക്കാരനും എന്ന പോലെ, അല്ലെ, മാസ്റ്റർ ആൻഡ് സ്ലേവ് അല്ലെങ്കിൽ സെർവന്റ് എന്ന് പറയും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാല് ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് ആണ്. അതായത് ഒരു നേതാവും എന്താ പറയാ പിൻഗാമികളും ഉള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് കൂടുതലായിട്ട് ഇതിനകത്ത് തോന്നുന്നത്? ഇപ്പോഴത്തെ സ്കൂളുകളിൽ എങ്ങനെയാണ്? എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ സ്കൂളുകളിൽ, അല്ലേ? അപ്പൊ എന്തായിട്ടാ തോന്നിയത് ടീച്ചറും മാനേജ്മെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്? മാസ്റ്റർ ആൻഡ് സെർവന്റ് ആണോ അല്ലെങ്കിൽ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആണോ? ഏറ്റവും കൂടുതൽ ആക്ട് ആയത് എന്താ? ലീഡർ ആൻഡ് ഫോളോവേഴ്സ്. ലീഡർ ആൻഡ് ഫോളോവേഴ്സ്. ഓക്കെ, എന്താണ് അങ്ങനെ പറയാനായിട്ട് കാരണം? പക്ഷെ പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അതെ, മുതലാളി അടിമയും പോലെയൊക്കെ ഉള്ള സ്കൂൾ, ആ രീതിയിലുള്ള ഇത് നടക്കുന്ന സ്കൂളുകളും ഉണ്ട്. അതെങ്ങനെയാണ്? നന്നായിട്ട് പണിയെടുപ്പിക്കുന്നതാണോ? അല്ലെങ്കിൽ അവർക്ക് അതെ അവർക്ക് ആ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള സാലറി കിട്ടാത്ത ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഫുൾ ടൈം നല്ലപോലെ ജോലി എടുത്തിട്ടും അവർക്ക് അതിനു വേണ്ട ഒരു ഇത് കിട്ടുന്നില്ല.
അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ അതോ പ്രകടിപ്പിക്കാനുള്ള ഒരു ഇതില്ല അവർക്ക് അവിടെ. റൈറ്റ്സ് ഇല്ലാത്ത പലരും ഉണ്ട്. അപ്പം ഒരു ജോലി എന്നുള്ള രീതിയിൽ മാത്രം അവിടെ വർക്ക് ചെയ്യുന്നവര് ഉണ്ടാവും. പക്ഷെ അവർക്ക് പല കാര്യങ്ങളിലും പേഴ്സണലി അവർക്ക് ആ മാനേജ്മെന്റിന്റെ നിയമങ്ങളുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കൊന്നും അവരുടെ താല്പര്യങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്കൂളിന്റെ ഒരു റെപ്യൂട്ടേഷന് വേണ്ടി മാത്രമായിട്ട് കുറെ നിയമങ്ങളും അങ്ങനെയുള്ള റൂൾസും ഒക്കെ കൊണ്ടുവന്നിട്ട് അത് ഫോളോ ചെയ്യണം എന്ന് പറയുന്ന മാനേജ്മെന്റുകളുണ്ട്. അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പൊ പല ടീച്ചർമാർക്കും പേഴ്സണലി അതിനോട് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു ജോലി എന്നുള്ള രീതിയിൽ അവിടെ നിന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. താല്പര്യമില്ലാഞ്ഞിട്ട് പോലും വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. എല്ലാ സ്കൂളുകളിലും ഇതുപോലെ ആയിരിക്കില്ല. ഇങ്ങനെയുണ്ട്. ഈ രണ്ട് രീതിയിലുള്ളതും ഉണ്ട്. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അതാരാ പറഞ്ഞേ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ നമ്മള് ചില സ്കൂളുകളിൽ കാണാനായിട്ട് സാധിക്കും. അതായത് അവിടുത്തെ അതോറിറ്റി എന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവരിലുള്ള ഒരാളായിട്ട് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് തോന്നില്ല അവരെ കണ്ടാൽ അവർ മാനേജ്മെന്റ് പേഴ്സൺസ് ആണെന്ന്. കാരണം അത്രയധികം കെയർഫുൾ ആയിട്ടും ലവ്ലി ആയിട്ടും ആണ് എന്ത് ചെയ്യുക, ടീച്ചേഴ്സിനോട് അവര് പെരുമാറുക. നല്ല രീതിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടരെയൊക്കെ നമുക്ക് എന്ത് പറയാം? ലീഡർ എന്ന് പറയാം, അല്ലെ? അതായത് അവരൊരാളായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന സ്കൂളുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെന്താണ്, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ അതിന്? ഉണ്ടോ? ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് ആർക്കൊന്നും പറയാനില്ല? ടീച്ചർ, ഞാൻ ഒരു കാര്യം പറയാം. ലീഡർ ആൻഡ് ഫോളോവേഴ്സിന് ചെറിയൊരു എക്സാമ്പിൾ. ഇപ്പൊ ഒരു സ്കൂളില് കുറെ വർഷമായിട്ടുള്ള ഒരു ടീച്ചർ, എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് കൂടുതലുള്ള ടീച്ചർ. അപ്പം ഇപ്പം കേറിയ ഒരു ടീച്ചറാണ്, എന്ന് വെച്ചാൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് ട്രെയിനിങ്ങിലോ അല്ലെങ്കിൽ അവിടെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ടീച്ചറാണെങ്കിലും അപ്പോഴും ഈ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇത് വരും. കാരണം എല്ലാവർക്കും അല്ല, കുറച്ചൊക്കെ ടീച്ചേഴ്സിന് അങ്ങനെ ഒരു മൈൻഡ്. കാരണം ഞാനിവിടെ കുറെ വർഷം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അവരോട് ചോദിക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു പുതിയ HM തന്നെ പുതിയ ഒരാളോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ജലസി വരുന്ന പോലെ ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ കുറെ വർഷങ്ങളായിട്ടുള്ള ടീച്ചർക്ക് ഈ ഒരു പുതിയതായി വന്ന ടീച്ചർക്ക് ഒന്നും അറിയില്ലല്ലോ. അവർക്കൊന്നും അറിയില്ല, അവർ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പം അവർക്കും എല്ലാം അറിയാം, കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എങ്കിലും അവർക്കും കുറച്ച് ഒരു ജലസി പോലെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. എല്ലായിടത്തും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലടത്തെങ്കിലും അങ്ങനെ ഉണ്ടാവാം. അപ്പം അങ്ങനെയും ഒരു ഞാൻ ലീഡറാണ് എന്നുള്ള ഒരു, എന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ എന്താ പറയാ, എനിക്ക് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ അനുസരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ടീച്ചേഴ്സും ഉണ്ട് ഇതിനകത്ത്. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നാളെ വരുമ്പോൾ, അതായത് ഈ ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, മാസ്റ്റർ ആൻഡ് സ്ലേവ് സെർവന്റ് ആണോ, അതിനെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള കാര്യം, അല്ലെങ്കിൽ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആണോ സ്കൂളുകളിൽ മാനേജ്മെന്റ് ടീച്ചറും തമ്മിൽ, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിൽ എന്താ പറയാ പ്രസന്റ് ചെയ്യാനായിട്ട് കരുതി വരിക. ഓക്കെ, ഞാൻ ചോദിക്കും, അപ്പൊ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് തോന്നിയ കാര്യം, നിങ്ങളിപ്പോ സ്കൂളുകളിൽ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്, നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചു വന്നവരാണ്. അപ്പൊ നിങ്ങൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഠിച്ചു വന്നവരെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക, അല്ലെ? അപ്പൊ എന്താണ് നിങ്ങളുടെ സ്കൂളുകളിൽ, എന്താണ് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്? മാസ്റ്റർ ആൻഡ് ദ സെർവന്റ് ആണോ, ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് ആണോ എന്ന് പറയാനായിട്ട് കരുതിയിരിക്കുക. ഓക്കെ, റെഡി ആണല്ലോ എല്ലാരും? നാളെ പറയണോട്ട് ചോദിക്കുമ്പോ പറയണോ കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.